ഇന്ന് നമ്മുടെ കർത്താവ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് വേദനിക്കുന്നു. താൻ തെരഞ്ഞെടുത്തവരെ പ്രതി, തൻ്റെ കുടുംബങ്ങളെ പ്രതി, തൻ്റെ സമൂഹങ്ങളെ പ്രതി, ലോകത്തെ നോക്കി, ലോകരാജ്യങ്ങൾ, ജനതകളെ നോക്കി ഈശോ ഒരുപാട് ഇന്ന് സങ്കടപ്പെടുകയാണ്, വേദനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-38 വചനങ്ങൾ എൻ്റെ ഹൃദയത്തെ ഒരുപാട് തൊട്ടുണർത്തിയൊരു വചനമാണ് സഹോദരങ്ങളെ. കുറച്ച് നാളുകളായി എൻ്റെ ഹൃദയത്തെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന തിരുവചനമാണിത്. കർത്താവ് ഇന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഒരുപാട് ഇന്ന് സങ്കടപ്പെടുന്നു. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. എന്താണ് ഈശോ വേദനയോടുകൂടി പറയുന്നത്? അവൻ പത്രോസിനെയും ശബദിയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ചേ. നമ്മുടെ കർത്താവ് ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അത് പൊതുജനത്തിൻ്റെ മുൻപിൽ വെച്ചല്ല, ഏറ്റവും ഇന്നർ സർക്കിൾ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ആ ഇന്നർ സർക്കിൾ, ആ ക്ലോസ് സർക്കിൾ, തൻ്റെ പ്രധാനപ്പെട്ട 3 ശിഷ്യന്മാരെ, പത്രോസ് സ്ലീഹായും യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും, ബാക്കി 9 പേരെ അവർ മറ്റൊരു സ്ഥലത്താണ്, ഗെത്സമൻ തോട്ടത്തിലുണ്ടെങ്കിലും കർത്താവ് ഇവരെ മാത്രം കൂട്ടിക്കൊണ്ട് അല്പം മുന്നോട്ട് പോവുകയാണ്. കർത്താവ് ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങിയത് തന്നെ കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരുടെ അരികിലാണ്. ഇന്നും ഇതുപോലെ കർത്താവിൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ, തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ, തൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുന്നതും ഈശോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും തന്നെ അധികമായി സ്നേഹിക്കുന്ന, തന്നോട് വിശ്വസ്തത പുലർത്തുന്ന ആത്മാക്കൾക്കാണ് ഈ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. എൻ്റെ സഹോദരങ്ങളെ, ആ 3 ശിഷ്യന്മാരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവിടെ മുൻപിൽ കർത്താവ് ദുഃഖിക്കുകയാണ്. ഈശോ ദുഃഖിക്കുകയാണ്, സങ്കടപ്പെട്ട് അസ്വസ്ഥനാവുകയാണ്. തുടർന്ന് എന്താണ് കർത്താവ് പറഞ്ഞത്? 38-ാമത്തെ വചനം നിങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. അവൻ അവരോട് പറഞ്ഞു, തീവ്രമായ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, 2 കാര്യങ്ങളാണ് ഈ വചനത്തിൽ ആത്മാവ് കാണിച്ചത്. 2 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ? ഒന്ന്, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ വചനം ശ്രദ്ധിക്കണം. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റണം. ഈ പെസഹ രാത്രിയിൽ നമ്മുടെ കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച ആ പ്രാണവേദനയോട് ചേർന്നുകൊണ്ട് വേണം ഈ തിരുവചനങ്ങൾ ഞാനും നിങ്ങളും ശ്രവിച്ചുകൊണ്ടിരിക്കാൻ. നമ്മെ നോക്കി ഇന്ന് ഈശോ പറയാണ്. എന്താ ഈശോ പറയുന്നത്? തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. മരണതുല്യമായ വേദന ഇന്ന് നമ്മുടെ കർത്താവിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മറന്നു പോകരുത്. ഈശോ മരണതുല്യമായ വേദന അനുഭവിക്കുന്നു നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്. കുടുംബങ്ങളിലെ തകർച്ചകൾ, അസ്വസ്ഥതകൾ, കലഹങ്ങൾ, അശുദ്ധികൾ, അവിശ്വസ്തതകൾ, നമ്മുടെ കുടുംബങ്ങളിൽ നടമാടുന്ന പലവിധത്തിലുള്ള അനുസരണക്കേടുകൾ, ഇതിനെക്കുറിച്ചെല്ലാം കർത്താവ് ഒരുപാട് വേദനിക്കുന്നു. താൻ വിളിച്ചവരെ കുറിച്ച് കർത്താവ് വളരെ സ്നേഹത്തോടെ തെരഞ്ഞെടുത്ത തൻ്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ കുറിച്ച് കർത്താവ് ഇന്ന് ഒരുപാട് വേദനിക്കുന്നു സഹോദരങ്ങളെ. രണ്ടാമത് കർത്താവ് പറയാണ്, ഈ വേദനയ്ക്ക് പരിഹാരമായി കർത്താവിൻ്റെ ഈ മരണതുല്യമായ വേദനയെ ശമിപ്പിക്കുവാൻ, കർത്താവിൻ്റെ മുറിവേറ്റിരിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ എന്താണ് നമ്മോട് കർത്താവ് പറയുന്നത്? നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. ഇവിടെ സ്വരത്തിൽ പറഞ്ഞ്, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. സ്നേഹത്തോടെ വേണം അവിടുത്തെ തിരുമുൻപിൽ നമ്മളായിരിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. ഞാൻ മരണതുല്യമായ വേദന അനുഭവിക്കുന്നു. ഇന്ന് കർത്താവ് ഒരുപാട് സങ്കടപ്പെട്ട് ഈശോ നിലവിളിക്കുന്നുണ്ട്. ഈശോ ഒന്ന് വേദനിച്ച് കരയുന്നുണ്ട് സഹോദരങ്ങളെ. കുരിശിൽ കിടന്ന് ഈശോ നിലവിളിച്ചില്ലേ? മാർക്കോസിന്റെ സുവിശേഷം അവിടെ വചനം പഠിപ്പിക്കുന്നു,
മാർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വചനം, 15:34. 9-ാം മണിക്കൂർ ആയപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എല്ലാവരും സ്വരമുയർത്തിയ വചനം പറഞ്ഞ്, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. സ്വരം വലിയ സ്വരത്തിൽ നിലവിളിക്കുകയാണ്. ഏൽ ഏൽ ലാമാ സബക്തനി, അപ്പാ എന്റെ ദൈവമേ. ഉച്ചത്തിൽ നിലവിളിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച വചന സഹോദരങ്ങളെ, കർത്താവിന്റെ നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിന്റെ കണ്ണുനീര് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചുലുക്കാട് സുവിശേഷം 19-ാം അധ്യായത്തിൽ അവിടെ 40-41 വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലൂക്കാ 19-ാം അധ്യായം എന്താണ് തിരുവചനം പറയുന്നത്? അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, ജെറുസലേം പട്ടണമാണ്. ആ പട്ടണം കണ്ടപ്പോൾ കർത്താവ് കരയുകയാണ്. ജെറുസലേം 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 ജെറുസലേം. ആ പട്ടണത്തിൻ്റെ പേര് ചൊല്ലി കർത്താവ് വേദനയോടെ കരയുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും പേര് ചൊല്ലി കർത്താവ് കരയുന്നുണ്ട്. എൻ്റെ മകനെ, മകളെ, നീ എന്നെ സ്നേഹത്തോടെ ആരാധിക്കുക, നീ പാപം ഉപേക്ഷിക്കുക, നീ അനുതപിക്കുക, നീ വിശ്വസ്തയോടെ ജീവിക്കുക, നീ എന്നോട് ചേർന്ന് ജീവിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കുക. എൻ്റെ കുഞ്ഞേ, ലോകമോഹങ്ങളിൽ നിന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. നമ്മെ നോക്കി കർത്താവ് ഇന്ന് കരയുക. ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിച്ച അതേ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ നോക്കി, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് നോക്കുമ്പോൾ കർത്താവിനുണ്ടാകുന്ന ആ ഫീൽ എന്താണ്? വേദനയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകൾ, ജഡീകതകൾ, പല കുടുംബങ്ങളിൽ സ്നേഹമില്ല, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള കലഹങ്ങൾ, അതുപോലെ തന്നെ അവിശ്വസ്തതകൾ, വിവാഹേതര ബന്ധങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ജഡീകമായി ലൗകികമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബജീവിതത്തിന് പവിത്രത നഷ്ടപ്പെട്ടുകൊണ്ട് എത്ര കുടുംബങ്ങളാണ് വലിയ തകർച്ചയിലായിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ നോക്കി കർത്താവ് വിലപിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ നോക്കി കർത്താവ് കരയുകയാണ്. കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ വിലാപ സ്വരം നമ്മൾ കേൾക്കാം. എൻ്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക. ഇത് ശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. ഇത് ശുദ്ധീകരിക്കപ്പെടാനുള്ള നിമിഷങ്ങളാണ്. എൻ്റെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ശുദ്ധീകരിക്കുക, എൻ്റെ യുവജനങ്ങളെ ശുദ്ധീകരിക്കുക, എൻ്റെ തലമുറകളെ ശുദ്ധീകരിക്കുക, എൻ്റെ സഭയെ ശുദ്ധീകരിക്കുക. ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ കർത്താവ് ഉച്ചത്തിൽ നിലവിളിച്ചു. കർത്താവ് നിലവിളിയോടെ പറയാണ്, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, കുടുംബങ്ങളെ ശുദ്ധീകരിക്കുക.